നമസ്കാരം. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില മെച്ചപ്പെടുന്നുവെന്ന സൂചനകളുമായി മകൻ വി.എ. അരുൺകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അച്ഛന്റെ ആരോഗ്യനിലയിൽ ചെറിയ തോതിലുള്ള പുരോഗതിയാണ് കാണുന്നത്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. വലിയ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ. ഇതാണ് വി.എ. അരുൺകുമാർ കുറിച്ചത്. വി.എസ്. അച്യുതാനന്ദൻ ആശുപത്രിയിലായ ശേഷം ആദ്യമായിട്ടാണ് പ്രതീക്ഷ നൽകുന്ന വിവരം പുറത്തുവരുന്നത്. ഹൃദയാഘാതത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ നേരത്തെ പുറത്തു വന്നിരുന്നു. ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ അദ്ദേഹത്തിന്റെ ശ്വസനവും ഹൃദയമിടിപ്പും സാധാരണ നിലയിലാക്കാൻ വിദഗ്ധ ഡോക്ടർമാരടങ്ങിയ മെഡിക്കൽ സംഘം ശ്രമിക്കുകയാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നു. ഇന്നലെ രാത്രിയിലാണ് മകന്റെ പോസ്റ്റ് വരുന്നത്. നിലവിൽ ചികിത്സ ഫലപ്രദമാണ്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ചികിത്സ തുടരാനാണ് സാധ്യത. വൃക്കയുടെ പ്രവർത്തനം മെച്ചപ്പെടുന്നുവെന്നാണ് സൂചന. ഇന്ന് മെഡിക്കൽ ബോർഡ് യോഗം ചേരും. അതിനുശേഷം വേണമെങ്കിൽ ചികിത്സാ രീതിയിൽ മാറ്റം വരുത്തും. തിങ്കളാഴ്ചയാണ് വി.എസ്. അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ ചികിത്സയിലാണ് വി.എസ്. CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ, മുതിർന്ന CPM നേതാവ് G. സുധാകരൻ, AICC ജനറൽ സെക്രട്ടറി K.C. വേണുഗോപാൽ എന്നിവർ കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെത്തിയിരുന്നു. വി.എസിനെ കാണാൻ പറ്റിയില്ലെന്നും മകൻ അരുൺകുമാറുമായി സംസാരിച്ചുവെന്ന് സന്ദർശനത്തിന് ശേഷം G. സുധാകരൻ പ്രതികരിച്ചു. വിവിധ ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ വി.എസിന്റെ ശ്വസനവും രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലാക്കാനാണ് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ശ്രമിച്ചു വരുന്നത്. വിവിധ സ്പെഷ്യലിസ്റ്റുകളടങ്ങിയ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തിന്റെ മേൽനോട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില സസൂക്ഷ്മം വിലയിരുത്തി ചികിത്സ തുടരുകയാണ്. ഏറെ നാളായി വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു അദ്ദേഹം. 101 വയസ്സാണ് വി.എസിന്റെ പ്രായം.